ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. വീഡിയോ ഇഷ്ടമായ എല്ലാ ഫ്രണ്ട്സും ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ടാണ് എന്നും എൻ്റെ സ്ട്രെങ്ത് എന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും അത് തന്നെ പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും ഷെയർ ചെയ്തവർക്കും എല്ലാം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അഭിനന്ദനത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്രീസിയേഷൻ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരും, അല്ലെങ്കിൽ എങ്ങനെ അതൊരു മിറക്കിളായി മാറും എന്ന് ഉള്ള കാര്യമാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. വളരെ കുറച്ച് വാചകങ്ങളിലാണ് അത് പറഞ്ഞു നിർത്തിയെടുത്ത് തന്നെ തുടങ്ങാം കേട്ടോ. അപ്പോൾ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് എന്തിനും ഏതിനും അഭിനന്ദിക്കുക എന്നുള്ളതല്ല. നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ മറ്റൊരാൾ നമ്മളെ അഭിനന്ദിക്കുന്നത് എനിക്കിഷ്ടമാണ്. അതുപോലെ അഭിനന്ദനം ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും. അഭിനന്ദനം എന്ന് പറയുന്നത് അടുത്തൊരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ്. അപ്പോൾ ആരായാലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമുക്ക് നല്ലതാണെന്ന് ഫീൽ ചെയ്താൽ നമ്മൾ ആ നിമിഷം തന്നെ അത് അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പരിശീലിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇത് എൻ്റെ ടീച്ചിങ് എക്സ്പീരിയൻസിൽ നിന്നുള്ള ഒരു സംഭവം വിവരിച്ചുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അതിൻ്റെ തുടർ ചിന്ത എന്നുള്ള രീതിക്കാണ് ഈ വീഡിയോ. അതായത് ഒരു അബൻഡൻസ് മൈൻഡ് സെറ്റ് ഉള്ളത് നമ്മളെ ഈ ടീച്ചിങ് പ്രൊഫഷനിൽ എത്രത്തോളം സഹായിക്കും എന്നുള്ളതാണ്. ഈ അബൻഡൻസ് മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ അറിവിൻ്റെ കാര്യത്തിലായാലും ചിന്തകളുടെ കാര്യത്തിലായാലും അല്ലെങ്കിൽ മനസ്സിൻ്റെ സമൃദ്ധി എന്നർത്ഥം വരുന്ന ഒരു അബൻഡൻസ് അത് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ സുഹൃത്തിനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സഹയാത്രികയ്ക്കുണ്ടെങ്കിൽ അത്രയും നമുക്ക് ഒരു പോസിറ്റിവിറ്റി കിട്ടും. ഏതൊരു സിറ്റുവേഷൻ, നമ്മളൊരു സ്കൂളിൽ ടീച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ പല പ്രശ്നങ്ങൾ, ഈച്ച് ആൻഡ് എവറി മൊമെൻ്റ് എന്ന് പറയുന്നത് ഓരോ പ്രശ്നങ്ങളാണ്. അതായത് ചിലപ്പോൾ ഒരു ക്ലാസ്സിലൊരു കുട്ടി നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കവേ അവർക്ക് സുഖമില്ലാതാവും. ഉടനെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, അപ്പോൾ ആ ടീച്ചറിൻ്റെ കയ്യിൽ ആ കുട്ടിയുടെ ഫോൺ നമ്പർ, മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടായിരിക്കണം. നമ്മൾ ആ ഒരു മൊമെൻറ്റിൽ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളിവിടെ ഓടി നടന്ന ആൾക്കാരെ നിന്ന് കളക്ട് ചെയ്തിട്ടല്ല ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെ കയ്യിൽ അതെല്ലാം ഉണ്ടായിരിക്കണം. അതിനുവേണ്ട എന്താണ് ഫസ്റ്റ് എയ്ഡ് അതെല്ലാം നമ്മൾ ചെയ്യുക. അങ്ങനെയുള്ള പല റെസ്പോൺസിബിലിറ്റീസ് വരുന്ന സമയത്ത് ഒരു നല്ല മൈൻഡ് സെറ്റ്, ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കുള്ള ഒരു പേഴ്സൺ ആണ് നമുക്കൊപ്പം ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആ ഒരു ടീച്ചറും അതുപോലെയുള്ള ഒരു മൈൻഡ് സെറ്റിനുടമയാണെങ്കിൽ നമുക്ക് കിട്ടാത്ത ചില ഐഡിയാസ് പോലും അവരുടെ മൈൻഡിലുണ്ടാവും. അതപ്പം തന്നെ വർക്കൗട്ട് ചെയ്യുകയും നമുക്ക് പല പ്രശ്നങ്ങളിൽ നിന്ന് വളരെ വേഗം പുറത്തു വരാൻ കഴിയുകയും ഒക്കെ ചെയ്യും. പിന്നെ അറിവിൻ്റെ കാര്യം ഒരു ടീച്ചറിനെ സംബന്ധിച്ച് ഡെയിലി ഓരോ നിമിഷവും ലേണിംഗ് മൊമെൻറ്റ്സ് ആണ്. അതായത് പഠിച്ചുകൊണ്ടേയിരിക്കുക. ഒരു ടീച്ചറിനും ഞാൻ ഇന്നിപ്പോൾ എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം പോയി പഠിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. കാരണം നമ്മളെക്കാൾ കുറച്ചുകൂടെ അറിവുള്ള കുട്ടികളും അതിൽ കൂടുതൽ അറിവുള്ള പേരൻസുമാണ് ഇന്ന് നമുക്ക് സ്കൂളിലൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരൊക്കെ മിക്കവാറും ട്യൂഷൻസിന് പോകുന്നവരായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരറിവും ഈ കുട്ടികൾക്കുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാം മനസ്സിൽ കരുതിക്കൊണ്ട് വേണം നമ്മൾ ഒരു ടീച്ചിങ് ഒരു ക്ലാസ്സിലേക്ക് നമ്മൾ പോകാൻ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത്, ഒരു സമൃദ്ധിയുള്ള മനസ്സിൻ്റെ ഉടമ, അതായത് ചിലപ്പോൾ നമ്മൾ ഒരു ഡൗട്ടായിരിക്കും, നമ്മൾ എത്ര ആലോചിച്ചിട്ട് നമുക്കതിൻ്റെ ഡൗട്ട് ക്ലിയർ ആകുന്നില്ല. നമ്മൾ കൂടെയുള്ള ഒരു ടീച്ചർ അറിവിൻ്റെ കാര്യത്തിൽ സമൃദ്ധമായ അറിവുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത് അത് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഫ്രണ്ട്സ് നമുക്കിടയിൽ ഒരു പോസിറ്റിവിറ്റി കൊണ്ട് മനസ്സ് നിറച്ച, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ മാത്രം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ ഏതൊരു നെഗറ്റീവ് സിറ്റുവേഷനെയും പോസിറ്റീവാക്കി മാറ്റാനും അതിൽ നിന്ന് നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോകാനും നമുക്ക് പ്രചോദനമാകുന്ന അനേകം വ്യക്തികൾ എനിക്കൊപ്പം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഈ അവസരത്തിൽ ഞാനൊരു നന്ദി പറയുകയാണ്. ചിലപ്പോൾ ചില സിറ്റുവേഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്തൊരു സിറ്റുവേഷനിൽ അവർ പറഞ്ഞു തരും, ടീച്ചർ ഇങ്ങനെ ഒരു ക്ലൂ ഉണ്ട്, അപ്പോൾ ഇത് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് പോകാം എന്നുള്ളത്. അതുപോലെ നമ്മൾ ചിലർ നെഗറ്റീവായി പറഞ്ഞ് നമ്മുടെ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു സമൃദ്ധി
നഷ്ടപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നവരുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാൻ കഴിയാതെ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു സമയത്തും നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ പോസിറ്റിവിറ്റിയും അബൻഡൻസും സമൃദ്ധിയും നിലനിർത്താൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് എപ്പോഴൊക്കെ നമ്മുടെ മൈൻഡിൽ ഒരു സ്കേഴ്സിറ്റി ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ദൗർലഭ്യം, ഒരു ഇല്ലായ്മ, പലതിൻ്റെയും ഒരു ഇല്ലായ്മ അല്ലേ, ചിലപ്പോൾ അറിവിൻ്റെ ഇല്ലായ്മയായിരിക്കാം, ചിലപ്പോൾ ക്ഷമയുടെ ഇല്ലായ്മയായിരിക്കാം, ചിലപ്പോൾ സ്നേഹത്തിൻ്റെ കുറവായിരിക്കാം, ചിലപ്പോൾ അത് വാത്സല്യത്തിൻ്റെ കുറവായിരിക്കാം, ചിലപ്പോൾ അത് പ്രശംസയുടെ കുറവായിരിക്കാം. അങ്ങനെ പലതര കാര്യങ്ങളിൽ നമുക്ക് സ്കേഴ്സിറ്റിയും അബണ്ടൻസും, അതായത് സമൃദ്ധിയും ദൗർലഭ്യവും നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അത്തരത്തിലുള്ള നല്ല മനസ്സുള്ള സമൃദ്ധമായ ചിന്തകളുള്ള ആൾക്കാരുമായി നമ്മൾ ഇടപെടുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും അതൊരു പരിഹാരമായിരിക്കും എന്നെൻ്റെ എക്സ്പീരിയൻസ് എന്നെ പഠിപ്പിക്കുന്നു. അത് വാക്കുകളിൽ നമുക്ക് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, ഒരാളത് അനുഭവിക്കുമ്പോൾ മാത്രമാണ് അറിയുന്നത് ശരിയാണ് ഇവർ പറഞ്ഞ കാര്യത്തിലൊരു കാര്യമുണ്ടെന്നുള്ളത്. എന്നെ പല ടീച്ചേഴ്സും അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ചിലപ്പോൾ നമ്മൾ ഈ അറ്റൻഡൻസ് രജിസ്റ്ററിൽ തന്നെ നമ്മൾ പേരുകളും എല്ലാം എഴുതി അവർക്ക് അറ്റൻഡൻസ് ഇടുന്ന സമയത്ത് ചിലപ്പോൾ ഇത് കോളം വൈസ് ആണല്ലോ, ആ കോളത്തിൽ തന്നെ ചെറിയ ഒരു എറർ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതിനി എന്താ ചെയ്യുന്നത്, നമുക്ക് റബ്ബ് ചെയ്തൊന്നും ചെയ്യാൻ പറ്റില്ല, അത് നീറ്റ്നെസ്സിൻ്റെ ഒരു ഘടകമാണ്, അപ്പോൾ പിന്നെ എന്താ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ മറ്റുള്ള ടീച്ചേഴ്സ് എല്ലാം ഇരിക്കും, അപ്പോൾ സബ്ജക്റ്റ് ടീച്ചേഴ്സ്, ലാംഗ്വേജ് ടീച്ചേഴ്സ് അവരെല്ലാം ഇരിക്കുമ്പോഴായിരിക്കും ഒരു ക്രാഫ്റ്റ് ടീച്ചർ വന്നിട്ട് അതിലെന്ത് ചെയ്യാൻ കഴിയും. ഒരു ക്രാഫ്റ്റ് കൈകാര്യം ചെയ്യുമ്പോൾ അറിയാലോ, പേപ്പർ കട്ടിങ്സ് കാര്യങ്ങൾ, അവർക്ക് എല്ലാ കാര്യങ്ങളും അതിനെക്കുറിച്ച് നല്ല നോളജായിരിക്കും. അതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ആത്മധൈര്യത്തോടു കൂടി ആ ഒരു ടീച്ചർ തരുന്ന ഒരു അഭിപ്രായം വെച്ച് നമുക്ക് അവിടെ മിറക്കിൾ ചെയ്യാൻ സാധിക്കും. അതായത് ആ പാച്ച് വർക്ക് ആരും അറിയാത്ത രീതിയിൽ ആ രജിസ്റ്ററിനെ നല്ല രീതിയിലാക്കാനുള്ള വഴി എന്താണെന്നൊരു പക്ഷേ ആ ടീച്ചർ പറഞ്ഞു തന്നായിരിക്കും നമ്മൾ അറിയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ഇന്ന സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന ടീച്ചറിനെ ഉണ്ടാകാവൂ എന്നില്ല. അല്ലെങ്കിൽ മനസ്സിൻ്റെ സമൃദ്ധി ഏത് ടീച്ചേഴ്സിനും ഉണ്ടായിരിക്കാം, ഏതൊരു വ്യക്തിക്കും ഉണ്ടായിരിക്കാം. അവരാരാണെന്ന് കണ്ടെത്തി അവരെപ്പോലുള്ള കുറച്ച് പേരുടെ ഇടയിൽ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ സംഭവങ്ങൾ നടക്കും എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ വന്നത്. ഇതും ടീച്ചിങ്ങിൻ്റെ ഭാഗമായി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ മൈൻഡിൻ്റെ സമൃദ്ധി, മനസ്സിൻ്റെ സമൃദ്ധിയുള്ള വ്യക്തികളുമായി കൂടുതൽ അടുത്ത് പെരുമാറുക എന്നുള്ളത്, അല്ലെങ്കിൽ അവരെ നമുക്ക് ചുറ്റും നമ്മുടെ ഫ്രണ്ട്സാക്കി വെക്കുക എന്നുള്ളത്. ഇത് ജീവിതത്തിലും പ്രാവർത്തികമാണ്. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു സോ മച്ച്. ഇനിയും അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു.